മാർക്കറ്റ് എന്താ പോലും എനിക്കറിയില്ലായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റ് എടുത്തായിട്ട് എന്താ സംഭവം എന്നുള്ളത് വരെ നോക്കിയിട്ടില്ല. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അങ്ങനെ കേട്ട് ഓക്കെ കയറാന്നുള്ള മൂഡ് അത്രേ ഉള്ളൂ. നോർമലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവര് എക്സാമ്പിൾ ആക്കി തന്നിട്ടും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. എടാപ്പോടാ കമ്പനി ആയി ഫുള്ളായിട്ടും സാറുമാരാണെങ്കിലും അങ്ങനത്തെ ഒരു ബോണ്ട് വരുമ്പോൾ നമുക്ക് എന്താണെങ്കിലും മനസ്സിലാവും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ 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 നമ്മൾ ഫാമിലി പോലെ ആയി. ഓൾമോസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, അതിന്റെ മുന്നേ നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓരോ ക്ലയന്റ് വന്നും ചെയ്ത് അപ്രോച്ചിങ് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് പോകുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ള ഒരു പ്ലാനൊന്നുമില്ല. വെറുതെ തിരിഞ്ഞ് കളിക്കുന്നു. ഞാനും പിന്നെ എല്ലാവരും വെറുതെ തിരിഞ്ഞ് കളിക്കുക. ഫ്രണ്ട്സിനോട് ഇത് ആര് വിളിക്കുന്ന ഓരോ കൂടെ പോവുക, അങ്ങനത്തെ ഒരു സീനായിരുന്നു. ഉച്ചരെ കിടന്നുറങ്ങുക. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലത്തോളം ബ്രേക്ക് എടുത്തിരുന്നു. അപ്പോൾ ഡിഗ്രി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറണം എന്നുള്ള മൂഡ് ഉണ്ടായിരുന്നു. എന്താ കയറേണ്ടി അങ്ങനെ ഒന്നുമില്ല, എന്തെങ്കിലും കയറിയാൽ മതിയുള്ള സീനായിരുന്നു. അങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നത്. കുറേ ആൾക്കാർ എടുക്കുന്നുണ്ട്, കുറേ കേട്ടിക്കുന്നു. എന്താ പറയുക, അങ്ങനെ അതിന് കയറാനുള്ള ഒരു മൂഡ് വന്ന് അങ്ങനെ ഒരു ചായ കുടിക്കുമ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പോയി അവൻ്റെ ഒപ്പം പരിചയപ്പെട്ട് ചായ കുടിച്ചു. അവിടുന്ന് നമ്പർ ആദ്യമായിട്ട് സേവ് ചെയ്യുന്നുണ്ടോ? നമ്പർ ആദ്യം അവിടുന്ന് സേവ് ചെയ്യുന്നത്. അങ്ങനെ അവിടുന്ന് ഇവൻ പരിചയപ്പെടുത്തി യാമിൻ, ഞാനും പരിചയപ്പെട്ട് യൂഷ്വലി അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഫുച്ചൂർ എന്ന് പറഞ്ഞൊരു വേറൊരു ലാബ് ഉണ്ട് അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് യൂഷ്വലി നമ്മൾ അന്ന് വൈകുന്നേരം അവിടെ അങ്ങനെ കഴിഞ്ഞാൽ അവിടെ പിന്നെ ഉള്ള എന്താ വെച്ചാൽ ഒരു ബെനിഫിറ്റ് ആയിട്ട് കണ്ടെന്താ വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 3 ക്ലാസ് ഉള്ളൂ, ആകെ 2 മണിക്കൂറുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ ഓക്കെ അങ്ങനെ അതൊക്കെ കേട്ട് ഒരു ദിവസം അങ്ങനെ ചെയ്ത്. പിന്നെ അടുത്ത ദിവസം വന്ന് പിന്നെ ഇതേപോലത്തെ സെയിം ടോക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേറൊരു ഫ്രണ്ട് ത്രൂ മ്യൂച്വൽ തന്നെ, നമ്മൾ രണ്ടാളും ഫ്രണ്ട് തന്നെ. അപ്പോൾ ഇങ്ങനെ ഹാരിസൺ കോനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ച്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അടിപൊളിയാണ്, കാര്യങ്ങളും പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാവരും മെന്റേഴ്സ് ആണെങ്കിലും സെയിം ഏജ്, അടിപൊളി. അവർക്ക് വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കയറണം എന്നുള്ള ഒരു മൈൻഡ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഫിച്ചുവർ ലാബ്സ് ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ 3 ദിവസം ക്ലാസ് ഉള്ളൂ, 2 മണിക്കൂർ ആരും കൂടെയായിരുന്നു. പിന്നാണ് എന്താ പറയുക ഹാരിസൺ കോ അപ്പോൾ പഞ്ഞാങ്ങരിലേക്ക് മാറ്റിണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം പരിപാടി ഉണ്ട്, എല്ലാവരും മിങ്കിൾ ചെയ്യാനും കാര്യങ്ങളും ഒരു മൂഡ് വന്നു. പിന്നെ അപ്പോൾ ഇവിടെ തന്നെ കയറാന്ന്. പിന്നെ കൂടെ പഠിക്കണവരാണെങ്കിലും എല്ലാവരും ഒരു കോളേജ് കഴിഞ്ഞ വൈബ് തന്നെയാണ്. സെക്കൻഡ് കോളേജ് എന്ന് പറയാം, സെക്കൻഡ് ഹോം. അതേപോലെ പറഞ്ഞിട്ട് എല്ലാ ഡെയിലി വന്നിട്ട് ഇവിടെ ചില്ല് ചെയ്ത് പോവാ. അന്നന്ന് എടുക്കുന്ന ടോപ്പിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവാത്ത സീന് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആരിസ് പോലെ ജസ്റ്റ് ഇവിടെ നിന്ന് ഇവരെ വിളിച്ചു നോക്കിയാണ്. വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞ് എന്താ പറയുക, അങ്ങനെ സ്ലോട്ട് ഉണ്ട്, പക്ഷേ 2 ഇതുള്ളൂ, സ്ലോട്ടും കൂടി ഉള്ളൂ, ബാക്കിയൊക്കെ ഫുള്ളായി, കയറേണ്ട ഞാൻ കയറുന്നത്. അപ്പോൾ ഞാൻ അവനെ വിളിച്ചാൽ 2 കൂടി ഉള്ളൂ. ഞാൻ എന്നിട്ട് 10 രൂപ എടുത്ത് കയറി. അല്ലെങ്കിൽ പിന്നെ അടുത്ത ബാച്ചപ്പോൾ അടുത്ത മാസമായിട്ടുള്ളൂ പറഞ്ഞ്. അങ്ങനെ പിന്നെ 2 ദിവസം തന്നെ ഓനും കയറി. പിന്നെ അവിടുന്ന് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അതേമാതിരി ഒരു സെക്കൻഡ് കോളേജ് അതേമാതിരി തോന്നി. കാരണം അത്യാവശ്യം കുട്ടികളുണ്ട്, ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഒരു വലിയ സീനില്ല. സ്റ്റാർട്ടിങ് ഇതേമാതിരി ഞാനും ഇവരാ കയറുന്നത്. വിചാരിച്ചത് എന്താ പറയുക, ഒരു ഇത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. വിചാരിച്ചു സാധാ ഒരു അക്കാഡമി അല്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവുള്ളൂ. കുറച്ച് കുട്ടികൾ, കുറച്ച് ചെയർ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് എനിക്ക് വിചാരിച്ചത്. പക്ഷെ അത് വന്ന് കയറിയ വളരെ ഞാനും ഏറ്റവും ലാസ്റ്റ് കയറിയത്, ഏറ്റവും ലാസ്റ്റ് എത്തി ഞാനും വരാം. പിന്നെ എല്ലാവരും ഏറ്റവും മിങ്കിളും കാര്യങ്ങളായി പെട്ടെന്ന് തന്നെ ആയി. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, കോളേജ് കഴിഞ്ഞിട്ടുള്ള വൈബ് തന്നെയായിരുന്നു എല്ലാ കുട്ടികൾക്കും ഉണ്ടായത്. ഫസ്റ്റ് നമുക്ക് ഹാദി മാം, റിസ്വാൻ സാർ, ഹാരി സാർ, ഓരൊക്കെ ഇൻട്രൊഡ്യൂസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പിറ്റേന്ന് മുതൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. എല്ലാവരും ഓരോ സബ്ജക്ട് വൈസിൽ വന്ന് കാര്യങ്ങളൊക്കെ എടുത്ത്. പക്ഷെ നമുക്ക് നോർമലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ എക്സാമ്പിളാക്കി തന്നിട്ടും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത്. അതാകുമ്പം വേഗം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ എടുത്തിട്ട് നമുക്ക് അടുത്ത ദിവസം നമുക്ക് പഠിച്ചു വരാനുള്ളൊരു ഇതില്ല, നമുക്ക് മനസ്സിലായിട്ട് തന്നെ പോകുന്നുണ്ട്. എടാപ്പോടാ കമ്പനി ആയി ഫുള്ളായിട്ടും സാറുമാരാണെങ്കിലും അങ്ങനത്തെ ഒരു ബോണ്ട് വരുമ്പോൾ നമുക്ക് എന്താണെങ്കിലും മനസ്സിലാവും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ നമ്മൾ ഫാമിലി പോലെ ആയി. ഇവിടെ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ല. നേരത്തെ വന്നാൽ പിന്നെ ലേറ്റ് ആയിട്ട് പോകുന്നത് തന്നെ ആയിപ്പോവും. എല്ലാ സ്റ്റുഡൻസ് ആണെങ്കിലും ദൂരത്തുള്ള സ്റ്റുഡൻസിനാണെങ്കിലും ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇവിടെ തന്നെ നിൽക്കുക, വർക്ക് ചെയ്യുക എന്നുള്ളത്. അതുമാതിരി പിന്നെ മെന്റേഴ്സ് ഇങ്ങനെ ആഴ്ചയിൽ മാറും. നമുക്ക് ഇത് മാറുന്നതനുസരിച്ച് ഇപ്പോൾ ഇന്നിപ്പോൾ വെബ് ഡെവലപ്മെന്റ് നാളെ എന്താ SEO ആയിരിക്കും, അങ്ങനെ മാറ്റുക. അപ്പോൾ ആയിരിക്കും ആ മാം പോയിക്കാൻ ബോറായിരിക്കും, അടുത്ത ആൾ വരുമ്പോൾ ഏത് കമ്പനി ഉണ്ടാവോ എന്താണെന്ന് അറിയില്ല. പക്ഷെ സെയിം അതേപോലെ തന്നെ ആയിരിക്കും അടുത്ത ആൾക്കാർ, ഭയങ്കര കമ്പനി ആയിരിക്കും. ഒരാൾ പിന്നെ ചിലപ്പോൾ ക്ലോസ്നെസ് കൂടുതലായിരിക്കും. കാരണം എല്ലാവരും അങ്ങനെ ഇത് കമ്പനി കാര്യങ്ങൾ എന്തും ചോദിക്കാം, ഡൗട്ട് തോന്നില്ല. പിന്നെ ഫുള്ളും എന്താണെങ്കിലും എന്തൊരു ഡൗട്ട് വന്നാലും എന്തൊരു ഓപ്ഷൻ വന്നാലും ഓരോ സാറുമാരെടുത്ത് പോയ ഒരു ഹെൽപ്പിങ്ങും കാര്യങ്ങളും
എല്ലാം നമുക്കൊരു ഫുൾഫിൽ ആണ്. നമ്മൾ കൊടുക്കണത് അതിനെക്കാട്ടി 100% തിരിച്ചൊരു തരുന്നുണ്ട് എന്നുള്ളൊരു ഇതാണ്. അങ്ങനെ എന്താ പറയുക, എൻ്റെ ഒരു ഫ്രണ്ട് പെട്ടെന്ന് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കുന്ന പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിച്ചു എന്നോട്, എടാ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കണേനു, ഷോപ്പിഫൈ വേണമെന്ന് പറഞ്ഞു. അവൻ വിളിച്ചിട്ട് പറഞ്ഞ് എന്താ പറയുക ഇങ്ങനെ ചെയ്യണം. ആ സമയത്ത് നമുക്ക് ഷോപ്പിഫൈ ക്ലാസ് വരെ എടുക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടില്ല അവനോട്. കാരണം അവരെന്നോട് മെൻറ്റേഴ്സ് ഭയങ്കര അത്രയും കമ്പനിയാണ്. മെൻറ്റേഴ്സിനോട് അങ്ങോട്ട് ചോദിച്ചാൽ മതി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതെന്നോട് സ്പോട്ടിൽ തന്നെ അവൻ വന്ന് കാര്യങ്ങൾ മൊത്തമായിട്ട് പറഞ്ഞു, ഫുള്ളും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് നമ്മൾ രണ്ടാൾ അന്ന് ഒരു 6 o'clock അയക്കണം, ഒരു നൈറ്റ് ആ ടൈം. അപ്പോൾ തന്നെ സാറിനെ വിളിച്ച് നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഓഫീസിലുണ്ടെങ്കിൽ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, ഒന്ന് കാര്യങ്ങൾ സംസാരിക്കണം. അപ്പോൾ തന്നെ പറഞ്ഞു വന്നോ കാര്യങ്ങൾ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശൈൽ സാറും രാഗിൻ സാറും ഒക്കെ വന്ന് നമ്മൾ ഇരുന്ന് ഒരു സെക്ഷൻ പോലെ ഇരുന്ന്, വലിയ ടോപ്പിക്കൊന്നുമല്ല, എന്നാലും ചെറിയൊരു ഫസ്റ്റ് നമുക്ക് കിട്ടണ ഒരു ഫസ്റ്റ് ഇതാണ് വർക്കാണ്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇരുന്ന് കാര്യങ്ങൾ പറഞ്ഞു. സംഭവമാണെന്ന് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പുച്ഛിക്കോ എന്താ സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവര് നേരെ മറിച്ച് ഭയങ്കര സപ്പോർട്ടീവ്. നിങ്ങൾ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്, എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാം, ബാക്കി നമ്മൾ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ ചെയ്തോ, എന്താ പറയുക ബാക്കി നമുക്ക് നോക്കാന്ന് പറയും. ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ ഓരോട് ചോദിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒരു വീക്കിൽ തന്നെ നമ്മൾ ഓരോയിട്ട് ആ ക്ലയന്റിനായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഒരു മീറ്റിംഗ് വെച്ച്. അപ്പോൾ നമ്മൾ രണ്ടാൾ മാത്രമാണ്, നമ്മൾക്ക് ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും വരുമോ, അങ്ങനെ എന്തെങ്കിലും മെൻറ്ററിനെ ഏൽപ്പിക്കുമോ എന്നൊക്കെ. അങ്ങനെ വേറൊരു മെൻറ്ററിനെ ഏൽപ്പിച്ച് തന്ന്, അതാണ് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ഹെൽപ്ഫുള്ളും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെ. അങ്ങനെ വന്ന് നമ്മൾ ഇരുന്ന് ക്ലയന്റിനെ ക്ലോസ് ചെയ്ത് മൊത്തമാക്കുക. നമ്മൾ ഓൾമോസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല, അതിന്റെ മുന്നേ നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഓരോ ക്ലയന്റ് വന്നും ചെയ്ത് ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് പോകുള്ളൂ. ഇവിടെ എന്താണോ ഫീസ് അടിക്കുന്നത് അത് നിങ്ങൾ ഏൺ ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ സംഭവിക്കുന്നത് പലർക്കും. നമ്മളൊന്ന് ജസ്റ്റ് റിസ്ക് എടുത്താൽ മതി, എന്തായാലും നമ്മൾ ഏൺ ചെയ്യുന്നത്. പിന്നെ കിട്ടിയത് ഇവിടുത്തെ കിട്ടിയ കണക്ഷൻസ്, മെന്റേഴ്സിനായിട്ടുള്ള കണക്ഷൻസ്. നമുക്ക് എന്ത് ചോദിക്കാം, മനസ്സിലായില്ലേ? എന്താ പറയുക, ഇപ്പൊ നമുക്കൊരു വർക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഓരായിട്ട് ഇവിടുത്തെ മെന്റേഴ്സ് പറയുന്നത് പല സ്ഥലത്തുനിന്ന് വരാം. കണ്ണൂര്, തലശ്ശേരി, ഐ മീൻ എല്ലാ ഭാഗത്തുനിന്ന് വരുന്ന മെന്റേഴ്സാണ് കോഴിക്കോട് നിന്ന്. പക്ഷെ ഓരായിട്ട് മിങ്കിൾ ചെയ്ത കാര്യങ്ങൾ ഭയങ്കര, നമ്മൾ കോഴിക്കോട്ടുകാരാണ്, ഇവർക്ക് ഹെൽപ്പിങ്ങും ആണെങ്കിലും ഒരു തിരിച്ചു തരുന്നതാണെങ്കിലും. ഒരു സാറിന്റെ വീട്ടിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കണ്ണൂർ, ഭയങ്കര രസമായിരുന്നു. പരിപാടിയൊക്കെ കണ്ടു നമ്മൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയല്ലോ. അത് കണ്ടിട്ട് ആൾക്കാർ വിളിക്കുകയാണ്, ഹാരിസൊക്കെ എന്താ സെറ്റപ്പാണ്, അടിപൊളിയാണല്ലോ, നിങ്ങൾ എന്തെങ്കിലും കോളേജ് ലൈഫ് തന്നെയാണല്ലോ വീണ്ടും കിട്ടുന്ന അവിടെ തന്നെ. ഞാൻ പറഞ്ഞാൽ അടിപൊളിയാണ്, ഇങ്ങനെ അവിടുത്തെ പഠിപ്പും കാര്യങ്ങളും ഇങ്ങനെ പരിപാടി മാത്രമേ ഉള്ളൂ, അല്ലെ പഠിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു അടിപൊളിയാണ്, മെന്റേഴ്സ് ആണെങ്കിലും ഇതാണെങ്കിലൊക്കെ അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ റെഫറൽ ത്രൂ തന്നെ കുറച്ച് ആൾക്കാർ ഇവിടെ കയറുകയും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എല്ലാത്തും സ്റ്റാർട്ടിങ് ആണെങ്കിലും നമുക്കൊരു ഇൻവൈറ്റിംഗ് പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു ഇന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ പ്ലേസ്മെന്റ് ഉണ്ട് ഇവിടെ. ഇത് കഴിഞ്ഞ അവിടെ തന്നെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ, ഇന്റേൺഷിപ്പ് ഉണ്ട്. എനിക്ക് വേറെ സ്ഥലത്തൊന്നും ഇത്ര പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയ കാരണം ഇതേമാതിരി ഫ്രണ്ട് ഇതേമാതിരി ഫെസ്റ്റിവൽ എൻ്റെ കൂടെ ഇതേപോലെ കയറാൻ നിന്നൊരു പല സ്ഥലത്തും കയറിയിട്ടുണ്ട്. കാലിക്കറ്റ് തന്നെ കുറേ ഏജൻസീസ് ഉണ്ട്, അവിടെ കയറിയിട്ടും കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞ് ഈ 6 മാസം കഴിഞ്ഞാൽ കഴിഞ്ഞു വരുത്. ബട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഈ 6 മാസം കഴിഞ്ഞ് പ്ലേസ്മെന്റ് ഉണ്ട്. ഇവർ ഈ ഹാരിസൺക്ക് പറയുന്ന കുറേ കമ്പനീസായിട്ട് ടൈപ്പും കാര്യങ്ങളും ഉണ്ട്. അതിനും കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും കിട്ടുന്നത്. അതായത് ഇപ്പം വെറുതെ നടക്കണില്ല ആരും, ഇവിടുന്ന് കഴിഞ്ഞവർ ഇവിടുന്ന് ആരും വെറുതെ നടക്കണില്ല. എല്ലാവർക്കും ചെറിയ പണിയാണെങ്കിലും കിട്ടുന്നുണ്ട്. ഫ്രഷേഴ്സിന് പോലും കുറേ പണികൾ കിട്ടുന്നുണ്ട്. അതേമാതിരി ഡിജിറ്റൽ മാർക്കറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഓരോ എക്സ്പീരിയൻസ് നമ്മളെ എക്സ്പീരിയൻസിന് ഭയങ്കര വ്യത്യാസമുണ്ട്. ഓരോ എക്സ്പീരിയൻസ് നമ്മളെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എന്താ പറയുക, ഇവിടെ ഫുൾ എനിക്ക് തോന്നുന്നു ഫുൾ അധികം പ്രാക്ടിക്കലായി ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓരോ വർത്താനത്തുനിന്ന് എനിക്ക് കിട്ടിയ കേട്ടോ, ഇതൊക്കെ ഇതൊന്നും എനിക്കറിയില്ല. ഒരു കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തോന്നുന്നില്ല, മെന്റേഴ്സൊന്നും അത്ര എന്താ പറയുക കാര്യമാക്കുന്നില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ തിയറിറ്റിക്കലി അതിങ്ങനെ ചെയ്ത് പറഞ്ഞു കൊടുത്ത് പോകുന്നു, നിങ്ങളോട് ചെയ്യാം. പക്ഷെ നമ്മളോട് അങ്ങനെ നമ്മളെ കൂടെ തന്നെ ഇന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പറയുന്ന കാര്യം ഒരു ചെയ്യുന്നുണ്ട് കേട്ടോ പുറത്തത്തെ ഏജൻസിമാർ. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കുറച്ചും കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. കുറച്ചും കൂടി കാര്യങ്ങളും എല്ലാതും ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ.